ഹായ് നമസ്കാരം. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സ്വകാര്യ ബസ്സിന് മുന്നിൽ ഓട്ടോറിക്ഷയിലെത്തി വടിവാൾ വീശി ഭീഷണി ഉയർത്തിയ യുവാവിനെ കൊണ്ടോട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. പുളിക്കൽ വലിയപറമ്പ് സ്വദേശി മലയിൽ ഷംസുദ്ദീനാണ് അറസ്റ്റിലായത്. സംഭവശേഷം പൊള്ളാച്ചിയിലേക്ക് കടന്ന യുവാവ് ഞായറാഴ്ച ഐക്കരപ്പടിക്കടുത്ത് സിയാം കണ്ടത്തെ ബന്ധുവീട്ടിലുണ്ടായിരുന്നു എന്ന് പോലീസിന് വിവരം ലഭിച്ചു. ഇയാൾ ഓടിച്ചിരുന്ന ഓട്ടോറിക്ഷയും വടിവാളും കസ്റ്റഡിയിലെടുത്തു. പൊതുസ്ഥലത്ത് ആയുധം ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തിയതിനും ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതിനും മാർഗതടസ്സമുണ്ടാക്കിയതിനുമാണ് ഇയാൾക്കെതിരെ കേസ്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കുമെന്ന് കൊണ്ടോട്ടി ഇൻസ്പെക്ടർ എ ദീപകുമാർ അറിയിച്ചു. സംഭവം ദിവസം മദ്യപിച്ചിരുന്നെന്നും വീട്ടിലുണ്ടായിരുന്ന കൊടുവാൾ മൂർച്ച കൂട്ടാൻ ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകുമ്പോൾ മുന്നിലുണ്ടായിരുന്ന സ്വകാര്യ ബസ് മാർഗതടസ്സമുണ്ടാക്കുകയും മുന്നിലേക്ക് പോകാൻ വഴി നൽകാതിരിക്കുകയും ചെയ്തപ്പോൾ ആയുധമെടുത്ത് കാണിക്കുകയായിരുന്നെന്ന് പ്രതി പറഞ്ഞതായി അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. നേരത്തെ മയക്കുമരുന്ന് കേസിൽ പോലീസിന്റെ പിടിയിലായി പുറത്തിറങ്ങിയതായിരുന്നു ഷംസുദ്ദീൻ. വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിയോടെയാണ് കേസിനാസ്പദമായ സംഭവം. കോഴിക്കോട് നിന്ന് മഞ്ചേരി ഭാഗത്തേക്ക് പോകുകയായിരുന്ന സ്വകാര്യ ബസ്സിന് മുന്നിൽ പുളിക്കൽ മുതൽ കൊളത്തൂർ വിമാനത്താവള ജംഗ്ഷൻ വരെയായിരുന്നു ഓട്ടോറിക്ഷയിൽ നിന്ന് വടിവാൾ പുറത്തേക്കു വീശിയുള്ള ഷംസുദ്ദീന്റെ പരാക്രമം. സ്വകാര്യ ബസ് പുളിക്കൽ യാത്രക്കാരെ ഇറക്കാനായി നിർത്തിയപ്പോൾ പുറകിലെത്തിയ ഓട്ടോറിക്ഷ തുടരെ ഹോൺ മുഴക്കിയിരുന്നെന്നും 2 സ്ത്രീകളെ സ്റ്റോപ്പിലിറക്കി മുന്നോട്ടെടുത്തപ്പോൾ തുടർന്ന ഓട്ടോ ബസ്സിനെ മറികടക്കുകയും മാർഗതടസ്സമുണ്ടാക്കുന്ന വിധത്തിൽ വാഹനം ഓടിക്കുകയും പിന്നീട് പലതവണ ഓട്ടോയിൽ നിന്ന് വടിവാൾ പുറത്തേക്ക് വീശി ഭീഷണി ഉയർത്തുകയുമായിരുന്നെന്ന് ബസ് ജീവനക്കാരുടെ പരാതി. കൊളത്തൂരിലെ വിമാനത്താവള ജംഗ്ഷൻ വരെ ആവർത്തിച്ച സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ബസ് ജീവനക്കാരും യാത്രക്കാരും മൊബൈൽ ഫോണുകൾ പകർത്തിയതോടെ വിഷയം പുറത്തറിഞ്ഞു. സംഭവത്തിൽ മലപ്പുറം RTOയുടെ നിർദ്ദേശപ്രകാരം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും അന്വേഷണം നടത്തിയിരുന്നു. ഓട്ടോറിക്ഷ ഷംസുദ്ദീന്റെ മാതാവിന്റെ പേരിലാണെന്നും ടാക്സ്, ഇൻഷുറൻസ് തുടങ്ങിയ രേഖകളൊന്നും ഇല്ലെന്നും കൊണ്ടോട്ടി പോലീസ് അറിയിച്ചു.